ഹലോ ഗൈസ്, നമുക്ക് പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ ഇതാ കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് ഞാൻ ഇത്തിരി ഗാർലിക് ഗ്രന്യൂൾസ് ഇട്ടിട്ട് കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത്തിരി കൂടുതലായിരുന്നു, കുറച്ച് കഴിക്കാമെങ്കിൽ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, ഇതിലേക്ക് കുറച്ച് ക്രീം ഒഴിക്കുക, പാസ്ത ഇടുക. അപ്പോൾ നമ്മുടെ ക്രീം ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ ഒത്തിരി ഒഴിക്കുന്നില്ല, കാരണം കുറച്ച് കഷ്ടം ഉണ്ടാക്കുന്നത് ഒരു ഹാഫ്. ഓക്കെ, ബാക്കി ഹാഫ് അടുത്തേക്ക് ഇത് നന്നായിട്ട് സോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫയറെല്ലാം അടിക്കും. അപ്പോൾ ഞാൻ വേഗം പാസ്ത കൂടെ ഇടട്ടെ. ഇതാണ് നമ്മുടെ പാസ്ത. അത് കാരണം പാസ്ത എല്ലാം കൂടി ഞാൻ ആ ക്രീം മിക്സിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഫയറെല്ലാം നല്ലതായിട്ട് സ്മോക്കെല്ലാം ഒത്തിരി സ്മോക്ക് ചെയ്യുമ്പോഴത്തേക്കും അതടിക്കാൻ തുടങ്ങി. ഇതിന് ഷേപ്പൊക്കെ കണ്ടാൽ നല്ല രസമല്ല. എനിക്ക് ഷേപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാസ്ത സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ ചീസ് വെച്ചു. ഇപ്പോൾ ആ പൊങ്ങൊക്കെ കുറച്ച് നിന്നിട്ടുണ്ട്. ചീസ് ഷെഡഡ് ചീസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഷീറ്റ് നമ്മുടെ ഇറ്റാലിയൻ സ്പൈസസ് ആയിട്ടുള്ള കുറച്ച് കൊടുക്കുകയാണ്. എനിക്ക് എന്താണ് രുചി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയണ്ട. ദെൻ ആഫ്റ്റർ ദാറ്റ് പെട്രോളൂ. ഞാനത് എരിവൊന്നും വേണ്ട. നമ്മളിപ്പോൾ അതുകൊണ്ട് സ്പൈസ്ലെസ് ആയി. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക. ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരിക്കും. ക്രീം ഇളക്കിയെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ തിക്ക് ക്രീമി വൈറ്റ് പാസ്ത ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ബോയൊക്കെ കാണാനായിട്ട്. നമ്മൾ കഴിക്കട്ടെ. ഇതായി ഇരിക്കുന്ന മാന്യദേഹം പറഞ്ഞിട്ടാണ് ഞാൻ പാസ്ത ഉണ്ടാക്കിയത്. എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എനിക്കിത് പാസ്ത വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ പല്ലേച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഇവിടുന്ന് തിന്നാറായി. ഇതിന് ടേസ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കട്ടെ. ടേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഇടുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. വേഗം പല്ലേച്ചിട്ട് വരികയാണെങ്കിൽ തരാം. അടിപൊളി.